إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها المدثر قم فأنذر وربك فكبر يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹധനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഏറെ പവിത്രമാക്കിയ 4 മാസങ്ങളിൽപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലാണ് നമ്മളുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനായി ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധ മക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും അവർ ചെയ്യുന്ന കർമ്മങ്ങൾ നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് സ്വീകരിക്കുന്ന അമലാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെ പരിചയത്തിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെയായി ഒരുപാട് ആളുകൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം യാത്ര കബൂലാക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ദുൽഹിജ്ജ മാസം എന്ന് പറയുമ്പോൾ അത് ഹജ്ജിന്റെ മാസമാണ് എന്നതോടൊപ്പം ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകൾക്കും ഒട്ടേറെ നന്മകൾ ചെയ്യാനുള്ള മാസം കൂടിയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ ഏറെ പവിത്രതയുള്ള ദിവസങ്ങളായും ഒട്ടേറെ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങളായുമാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ധാരാളമായി നമസ്കരിക്കുവാനും കഴിയുന്ന ആളുകളൊക്കെ സുന്നത്ത് നോമ്പെടുക്കുവാനും എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാനുണ്ടോ അതെല്ലാം ചെയ്യാനുള്ള അവസരമാണ് ദുൽഹിജ്ജയിലെ ഈ ദിവസങ്ങളിലൂടെ നമുക്കുള്ളത്. അതിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് തക്ബീർ ചൊല്ലുക എന്നുള്ളത്. ദുൽഹിജ്ജ 1 മുതൽ തക്ബീറുകൾ രഹസ്യമായും പരസ്യമായും ഒക്കെ ധാരാളമായി ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ തക്ബീറിനെ കുറിച്ച് പറയുമ്പോൾ അത് 2 പെരുന്നാളുകളിലേക്ക് മാത്രമാണ് ആളുകൾ അതിന്റെ മഹത്വം ഉൾക്കൊണ്ട് പറയാറുള്ളത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ സത്യത്തിൽ എന്താണ് തക്ബീർ?
നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ആ ഒരു തക്ബീർ ധ്വനിയിലൂടെ എന്താണ് നമ്മൾ സമർത്ഥിക്കുന്നത്, അതിൽ എന്തെല്ലാം വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നത് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറക്കപ്പെടുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആ ഒരു സൂറത്തിലെ ആദ്യത്തെ 5 ആയത്തുകൾ. എന്നാൽ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൽപ്പനയായി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ചില നിയമങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് സൂറത്തു ഇഖ്റ ബിസ്മി റബ്ബിയുടെ ബാക്കിയല്ല, അല്ലെങ്കിൽ ആദ്യത്തെ 5 ആയത്തിന്റെ ബാക്കിയല്ല ഇറങ്ങുന്നത്. പിന്നെ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിക്കുന്നത് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ. യാ അയ്യുഹൽ മുദ്ദസ്സിർ, അല്ലയോ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ, ഖും ഫഅൻദിർ, നീ എഴുന്നേൽക്ക്, ജനങ്ങൾക്ക് താക്കീത് നൽക്. വറബ്ബക ഫകബ്ബിർ, നിന്റെ രക്ഷിതാവിനെ നീ മഹത്വപ്പെടുത്തുകയും ചെയ്യ്. നീ തക്ബീർ ചൊല്ല്, ധാരാളമായി കൊണ്ട് അല്ലാഹനെ മഹത്വപ്പെടുത്താനുള്ള ഒരു അവസരമാണ് ശരിക്ക് തക്ബീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് തക്ബീർ, ആരാണ് അക്ബർ? ഈ 2 വാക്കുകളും നമ്മൾ ധാരാളം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കേവലം അല്ലാഹു അക്ബർ എന്ന് പ്രയോഗിക്കലല്ല. അക്ബർ എന്ന പദം ഇസ്മു തഫ്ദീൽ എന്നതിന് പറയാം. മറ്റെന്തിനേക്കാളും വലിയ ഒരു സ്ഥാനം. അല്ലാഹു അക്ബർ ആണെന്ന് പറയുമ്പോൾ കബീറായി, വലുതായി നമ്മൾ എന്തെല്ലാം കാണുന്നുണ്ടോ അതിനേക്കാളെല്ലാം മഹത്വവും അതിനേക്കാളെല്ലാം ഉയർച്ചയും റബ്ബിന്റെ കാര്യത്തിലുണ്ട്. ആ ഒരു ബോധ്യപ്പെടൽ, മറ്റെന്തിനേക്കാളും എന്റെ റബ്ബാണ് എനിക്ക് വലുത്, എന്റെ റബ്ബിനോളം എനിക്ക് മഹത്തരമായി ഞാൻ കാണുന്ന മറ്റൊന്നുമില്ല. അതാണ് ശരിക്ക് അല്ലാഹു അക്ബർ എന്ന ആ ഒരു പ്രയോഗത്തിലൂടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സന്ദർഭങ്ങൾ മാത്രം പരിശോധിച്ചാൽ, അത് പ്രത്യേകം ചൊല്ലാനായി പരിചയപ്പെടുത്തിയ സന്ദർഭങ്ങൾ മാത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അല്ലാഹുവിന്റെ ഗാംഭീര്യത്തെക്കുറിച്ച്, അല്ലാഹുവിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗമാണല്ലോ ശരിക്ക് ബാങ്ക് വിളിക്കുക എന്നത്. നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ബാങ്കാവണമെങ്കിൽ അതിൽ തുടക്കത്തിൽ തന്നെ അല്ലാഹു അക്ബർ എന്ന് തന്നെ വിളിക്കണം. വേറെ ഏത് വാക്ക് വിളിച്ചാലും അത് ബാങ്കല്ല. ഒരു ഇഖാമത്ത് പൂർണ്ണമാവണമെങ്കിൽ അതിന്റെ തുടക്കം അല്ലാഹു അക്ബർ എന്ന് തന്നെയാവണം. എന്തിനാണ് സത്യത്തിൽ ഇത്രയും ഉച്ചത്തിൽ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ബാങ്ക് വിളി കേൾക്കുമ്പോ അവൻ ഏതൊരു കാര്യം ചെയ്യുന്ന ആളാണെങ്കിലും ശരി, ആ കാര്യം അവിടെ നിർത്തിക്കൊണ്ട് അവൻ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം പറയുന്ന വാചകങ്ങളിൽ പെട്ടതാണ് ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലസ്സലാഹ്, നമസ്കാരത്തിലേക്ക് വാ, നമസ്കാരത്തിലേക്ക് വാ. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വാ, വിജയത്തിലേക്ക് വാ. ആ ഒരു വാക്ക് വിളിക്കുമ്പോ അവൻ ജോലി ചെയ്യുന്ന ആളാണോ എങ്കിൽ അവന്റെ ജോലി അവിടെ നിർത്തണം. കാരണം അല്ലാഹു അക്ബർ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനപ്പുറത്തേക്ക് എനിക്ക് വേറൊന്നുമില്ല. എന്റെ ജോലിയേക്കാൾ എനിക്ക് പ്രധാനം അല്ലാഹുവാണ്. എന്റെ പഠനത്തിനേക്കാൾ എനിക്ക് പ്രധാനം അല്ലാഹുവാണ്. ഞാൻ ഉറങ്ങുകയാണെങ്കിൽ എന്റെ ഉറക്കത്തിനേക്കാൾ പ്രധാനം അല്ലാഹുവാണ്. അതാണ് അല്ലാഹു അക്ബർ. നമ്മൾ ഇസ്ലാമിക ചരിത്രം വായിച്ചു നോക്കുമ്പോൾ തുടക്കത്തിൽ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടു എങ്കിലും ഇങ്ങനെ ഒരു അദാൻ, ബാങ്കിനെ കുറിച്ചുണ്ടായിരുന്നില്ല. ഓരോരുത്തരും ഇങ്ങനെ ഒരു ആ സമയമാകും അങ്ങനെ വന്ന് നിസ്കരിച്ചു പോകുന്ന രൂപ. പിന്നീട് മദീനയിലേക്ക് വന്നു. മദീനയിലേക്ക് വന്ന സമയത്ത് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് ഒരു പ്രത്യേകം ഒരു വിളി എന്നുള്ള നിലക്ക് മാത്രം. അസ്സലാത്തു ജാമിഅ, അസ്സലാത്തു ജാമിഅ, എല്ലാവരും സംഗമിക്കാൻ വേണ്ടി വരും, ഒരുമിക്കാൻ വേണ്ടി വരൂ, നമസ്കാരത്തിലേക്ക് വരൂ എന്നുള്ള പ്രയോഗം മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ സ്വഹാബിമാർക്കിടയിൽ ഒരു ചർച്ച നടന്നു. ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസിൽ, ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു സംഭവമാണ്. സ്വഹാബിമാർക്കിടയിൽ ചർച്ച, നമ്മൾ നിസ്കാരത്തിനൊരു ടൈം, അതിങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വേണം. അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല, പല ആളുകൾക്കും ജമാഅത്ത് കിട്ടുന്നില്ല. അപ്പൊ ചില ആളുകൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റു ഇതര മതത്തിൽപ്പെട്ട ആളുകൾ ചെയ്യുന്നത് പോലെ ഒരു മണി കെട്ടി തൂക്കാം.
എന്നിട്ട് അതിങ്ങനെ അടിക്കുന്ന സമയത്ത് ആ ശബ്ദം കേട്ടിട്ടെല്ലാവർക്കും വരാം. അപ്പൊ വേറെ ചിലർക്കറിയാം അതല്ല, നമുക്ക് വലിയ കൊമ്പ് വെക്കാം, എന്നിട്ട് ഇങ്ങനെ വിളിക്കുന്ന രൂപത്തിൽ വല്ലാത്ത ഒരു ശബ്ദത്തിൽ വിളിക്കാം. അപ്പൊ ആളുകൾ വന്നു. വേറെ ചില ആളുകൾ പറഞ്ഞു നമുക്ക് ആ മലന്റെ മുകളിൽ തീ കത്തിക്കാം. ആ തീ കാണുമ്പോൾ എല്ലാവരും പള്ളിയിലേക്ക് വന്നു. ചർച്ചകൾ ഒരുപാട് നടന്നു, എവിടെ എത്തിയില്ല. അങ്ങനെ എല്ലാവരും പിരിഞ്ഞുപോയി. ഹദീസിൽ കാണുവാൻ സാധിക്കും, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു വീട്ടിലെത്തി. അദ്ദേഹം രാത്രി ഉറങ്ങാൻ കിടന്നു. ആ ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കാണും. ആ സ്വപ്നത്തിലുള്ളത് ഒരു മനുഷ്യൻ ആ സ്വപ്നത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നു. ആ വ്യക്തിയോടുള്ള സംസാരത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ആവശ്യവും പറഞ്ഞു. അയാളുടെ കയ്യിലുള്ള ഒരു മണിയോ മറ്റോ കണ്ടപ്പോ അത് ഞങ്ങൾക്ക് തരുമോന്ന് ചോദിച്ചു. എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ സമയത്തിന് നമസ്കാരത്തിന് സമയം അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സ്വപ്നത്തിലുള്ള വ്യക്തി പറഞ്ഞു, നിങ്ങൾക്ക് അതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളിങ്ങനെ സമയമാകുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ വിളിച്ചാൽ മതി. ആ വാക്കുകൾ ഓരോന്നും പറഞ്ഞു കൊടുത്തു. കുറച്ച് മാറി നിന്നുകൊണ്ട് ഇഖാമത്തിന്റെ വാക്കുകളും പറഞ്ഞു കൊടുത്തു. രാവിലെ ആയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ഉറക്കമുണർന്ന് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരിക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ആ വ്യക്തി എനിക്ക് ഇന്ന രൂപങ്ങളൊക്കെ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും അത് വഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് തന്നെയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ വാക്ക് ബിലാലിന് പറഞ്ഞു കൊടുക്കുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു കുറച്ചുകൂടി ശബ്ദമുള്ള ആളായിരുന്നു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ആ വാക്കുകൾ ഓരോന്നും ബിലാലിന് പറഞ്ഞു കൊടുത്തു. ബിലാൽ റളിയല്ലാഹു അൻഹു വളരെ ശബ്ദത്തിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ആ വിളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹദീസിൽ കാണുവാൻ സാധിക്കും, ഫസമിഅ ദാലിക ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വിളിയാളം കേട്ടു. വഹുവ ഫീ ബൈതിഹി, അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുന്ന സമയമാണത്. ഫഖറജ യജുറു റിദാഅഹു, അദ്ദേഹത്തിന്റെ വസ്ത്രമൊക്കെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, വയഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, വല്ലദീ ബഅസക ബിൽ ഹഖ്, പ്രവാചകരെ താങ്കളെ സത്യമായിട്ട് നിയോഗിച്ചതാരാണോ അവൻ തന്നെയാണ് സത്യം. യാ റസൂലല്ലാഹ് ലഖദ് റഅയ്തു മിസ്ല മാ റഅ. ഇപ്പോ ഈ വാക്കുണ്ടല്ലോ, ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വാക്ക്, ഇത് ഞാനും എന്റെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാക്ക് പറഞ്ഞതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അവിടുന്നാണ് പിന്നീട് ബാങ്കിന്റെ ആ ഒരു നിയമം, ആ ഉച്ചാരണം, ആ പദങ്ങളൊക്കെ നിയമമാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ള കാരണം ആ ഒരു വാക്കിന്റെ ഗൗരവമാണ്. വേറെ പലതിലേക്കും എത്തി. പക്ഷേ ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് മടിയടിച്ചാൽ അവൻ അറിയണമെന്നില്ല. ഒരു പക്ഷേ അവന്റെ മാനസികമായി കൊണ്ട് തയ്യാറെടുപ്പുണ്ടാവണമെന്നില്ല. എന്നാൽ അവന്റെ വിളിയാളം അവന്റെ കർണപടങ്ങളിലേക്ക് വരും, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അവിടെ ഒരിക്കലും തന്നെ ഇനി എനിക്ക് ഉറക്കമല്ല ഖൈറുള്ളത്, എന്റെ ഉറക്കത്തിനേക്കാൾ ഞാൻ സ്ഥാനം കൊടുക്കേണ്ടത് അള്ളാഹിന്റെ വിളിക്കാണ്. അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് വിളി വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്റെ കച്ചവടത്തിലേക്ക് നിൽക്കാൻ പാടില്ല. ഇനി ഞാൻ എന്റെ മറ്റു തിരക്കുകളിലേക്ക് മാറാൻ പാടില്ല. ഞാൻ അവിടെ കൃത്യമായി കൊണ്ട് നമസ്കാരത്തിന് ഉത്തരം കൊടുക്കണം. ഇനിയോ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും വിഷയം മാത്രമല്ല, നിസ്കാരം തുടങ്ങേണ്ടത് എങ്ങനെയാണ്? നിസ്കാരം ആരംഭിക്കുന്നത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട്. എന്താണ് നിസ്കാരം? അള്ളാഹുവിനോടുള്ള മുനാജാത്ത്, അള്ളാഹുവിനോടുള്ള അഭിമുഖ സംഭാഷണം തുടങ്ങുന്നത് തന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട്. ഏതെങ്കിലും ഒരാൾ ആ നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്നതിനു പകരം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് കൈകെട്ടിയാൽ അയാളുടെ നിസ്കാരം ശരിയാവൂല. അയാളുടെ നിസ്കാരമല്ല. കാരണം തക്ബീറത്തുൽ ഇഹ്റാം, നമസ്കാരത്തിലേക്കുള്ള പ്രവേശനം, അത് അല്ലാഹു അക്ബർ പറഞ്ഞിട്ടാ. അവിടേക്കൊണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ചിന്തയുണ്ടാവില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് അല്ലാഹു അക്ബർ? അവൻ റുക്കൂയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ, അവൻ സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ, അവൻ സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ അല്ലാഹു അക്ബർ. നമ്മളൊക്കെ ഇത് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷെ എന്താണ് അതിന്റെ ആശയം? നമ്മൾ ആ കൈ കെട്ടുന്നതിലൂടെ പിന്നെ ഒരു നിയമമാണ് നമ്മൾ പറയുന്നത്. ഇനി എന്റെ ചിന്തകൾ വേറൊന്നുമില്ല, ഇനി എന്റെ റബ്ബ് മാത്രമാണ്, ഇനി എന്റെ റബ്ബിനോടുള്ള സംഭാഷണം മാത്രമാണ്, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. നിങ്ങൾക്കറിയുമോ, നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങളിൽ മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായിരുന്നു ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു.
അദ്ദേഹവും നമസ്കാരവും തമ്മിലുള്ള വലിയൊരു ബന്ധം കേട്ടോളി. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ ഭാഗത്ത് ഒരു പഴുപ്പ് വന്നു. അതിങ്ങനെ കൂടാൻ തുടങ്ങി. അത് കൂടിക്കൂടി അവസാനം അദ്ദേഹത്തിന്റെ മുട്ടിന്റെ ഭാഗത്തേക്ക് എത്തി. ശക്തമായ വേദന വരാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന വൈദ്യന്മാരെ കാണിച്ചു. അവര് പറഞ്ഞു, കാല് മുറിച്ചു കളയല്ലാതെ, ആ മുട്ടുവരെ മുറിച്ചു കളയല്ലാതെ ഒരു രക്ഷയില്ല, അത് മുറിച്ചു കളയണം. വേറൊരു പരിഹാരമില്ല എന്ന് മനസ്സിലായപ്പോ അദ്ദേഹം അതിന് റെഡിയായി. അങ്ങനെ അദ്ദേഹത്തെ കിടത്തി. അവര് പറഞ്ഞു, നിങ്ങൾക്ക് ശക്തമായ വേദന ഉണ്ടാകും, അപ്പൊ ആ വേദന ഇല്ലാതിരിക്കാൻ വേണ്ടി മയങ്ങാനുള്ള ചില വസ്തുക്കൾ ഞങ്ങൾ തരും, അത് നിങ്ങൾ കുടിച്ചാൽ മതി. ചില റിപ്പോർട്ടുകളിൽ കാണുവാൻ സാധിക്കും മദ്യം പോലുള്ള ലഹരി ബാധിക്കുന്നതായിരിക്കും അത്. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറയുന്ന ഒരു വാചകമല്ല, വല്ലാഹി മാ കുൻതു അظن അന്ന അഹദൻ യശ്റബു ശറാബൻ യുസീലു അഖ്ലഹു ഹത്താ ലാ യഅരിഫു റബ്ബഹു. എന്റെ റബ്ബിനെ അറിയാത്ത രൂപത്തിൽ, എന്റെ മനസ്സ് മരവിച്ചു പോകുന്ന രൂപത്തിൽ, എന്റെ മനസ്സിലേക്ക് ലഹരി വരുന്ന രൂപത്തിൽ, എനിക്ക് പറയുന്നത് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ മറഞ്ഞു പോകുക എന്നുള്ളത്, ബുദ്ധി മറക്കുക എന്നുള്ളത് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. അപ്പൊ വൈദ്യന്മാര് പറഞ്ഞു, പിന്നെന്താ ചെയ്യാ, പിന്നെന്ത് ചെയ്യും? ആ സമയത്ത് അദ്ദേഹം പറയാണ്, വലാകിൻ, പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് വുദൂഅെടുത്ത് വരട്ടെ. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വുദൂഅെടുത്ത് വന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇദാ ദഖൽതു ഫിസ്സലാ ഫഖ്തഊഹാ. ഞാൻ നിസ്കാരത്തിലേക്ക് കയറിയാൽ, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങിയാലേ, ഞാൻ സുജൂദിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, എന്റെ കാലിന് മുറിച്ചു കളഞ്ഞു, എനിക്ക് വേദന ഉണ്ടാവില്ല. കാരണം ആ സമയത്ത് എനിക്ക് വേറെ ഒരു ചിന്തയുണ്ടാവില്ല, വേറെ ഒന്നും എന്റെ മനസ്സിലേക്ക് കയറി വരില്ല. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളുടെ ജീവിതം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ഇന്ന് സുബഹ് നമസ്കരിച്ചു, ഇന്നലെ ഇശാ നമസ്കരിച്ചു, ഇനിയും നമസ്കരിക്കാനുള്ളവരാണ്. പക്ഷേ തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചിന്തകളോട് ചിന്തകളാണ്, ദുനിയാവിനെ കുറിച്ചുള്ള അതിയായ ആഗ്രഹങ്ങൾ. ഈ പറയപ്പെട്ട ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മുൻഗാമികളുടെ കൂടെ സ്വർഗത്തിലെത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്ക് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ, അല്ലാഹുവാണ് വലിയവൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമസ്കാരത്തിലേക്ക് കയറിയാൽ ആ ഒരു വാക്കിനോട് നീതി പുലർത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. അതല്ല, ആ തക്ബീർ കെട്ടിയിട്ട് പിന്നെയും ദുനിയാവാണ് നമുക്ക് വലുത്, മക്കളാണ് വലുത്, അവരുടെ പഠനമാണ് വലുത്, ഭാര്യയാണ് വലുത്, കുടുംബമാണ് വലുത്, കച്ചവടമാണ് വലുത്. ഈ ഒരു നിലക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അല്ലാഹു അക്ബർ പറയേണ്ട മറ്റൊരു സന്ദർഭം നമസ്കാരത്തിന് ശേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു, നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളിൽ അല്ലാഹു അക്ബർ എന്നുള്ളത് 33 തവണ ചെല്ലാൻ. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് 34 തവണ അല്ലാഹു അക്ബർ പറയാൻ. എന്തിനേറെ, ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട ആളുകളുണ്ട്, ഒരു പക്ഷേ ഉംറ ചെയ്ത ആളുകളും ഇക്കൂട്ടത്തിൽ ഉണ്ടാകും. അവിടെയും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തവാഫ് ആരംഭിക്കുന്ന സമയത്ത് കഅബയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ, ആ ഒരു ഹജറുൽ അസ്വദിന്റെ ഭാഗത്തേക്ക് കൈകൾ ചൂണ്ടിക്കണ്ട് അല്ലാഹു അക്ബർ പറച്ചിലാണ്. തവാഫ് ചെയ്യാൻ വേണ്ടി അറഫയിലേക്ക് കയറുമ്പോൾ അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് കയറുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് രംഗങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പദത്തിനെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ ഒരുപാട് ആരാധനാക്രമങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു വിഷയം, പ്രിയപ്പെട്ടവരെ, ആരാധനകളുമായിട്ടല്ലാതെയും അല്ലാഹു അക്ബർ എന്ന ആ തക്ബീറിന്റെ ധ്വനി ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്, ഒരു വിശ്വാസിക്ക് സന്തോഷം ഉണ്ടാകും, അയാൾ അതിന്റെ ക്രെഡിറ്റ് ആണ്, അതിന്റെ ഇന്ന അധ്വാനമാണെന്നല്ല, മറിച്ച് അല്ലാഹു അക്ബർ. ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്ന സമയത്തൊക്കെ അവർ പറയേണ്ട ഒരു വാക്കാണ് അല്ലാഹു അക്ബർ. ഇസ്ലാമിക ചരിത്രത്തിൽ മദീനയിലെ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ഒരുമിച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഒരു രംഗമുണ്ടായിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോ ആ മദീനയിലുള്ള വലിയൊരു വിഭാഗമായിരുന്നു ജൂതന്മാരായ ആളുകൾ. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മുസ്ലിമീങ്ങളിൽ ആർക്കും തന്നെ മക്കളില്ലാത്തൊരവസ്ഥ. അപ്പൊ ജൂതന്മാര് പറയാൻ തുടങ്ങി, ഞങ്ങൾ നിങ്ങൾക്കെതിരെ സിഹിർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കെതിരെ പല കൂടോത്രങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവില്ല, അങ്ങനെ നിങ്ങൾ ഇല്ലാതായി പോകും. അതിങ്ങനെ രഹസ്യമായും പരസ്യമായും അവരിങ്ങനെ പറയാൻ തുടങ്ങി.
മുസ്ലിമീങ്ങളിൽ വലിയ ഒരു ബേജാറുണ്ടായി. എന്താണ് ഇതിന്റെ അവസ്ഥ? അതിനിടയിലാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയുടെ താത്തയാണ്. അസ്മാ റളിയല്ലാഹു അൻഹ ഒരു കുട്ടിയെ പ്രസവിക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആ കുട്ടി ജനിച്ചു എന്ന വാർത്ത കേട്ടതും സഹാബത്ത് ഒന്നടങ്കം അല്ലാഹു അക്ബർ എന്ന് ഒരുമിച്ച് പറഞ്ഞു. കാരണം ആരൊക്കെ തങ്ങൾക്കെതിരെ എന്തെല്ലാം ചെയ്താലും ശരി, അല്ലാഹുവിനോടും വലുതായിട്ട് വേറൊന്നുമില്ല. ആ ഒരു വാക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റബ്ബിനോട് അത്രത്തോളം ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബോധമല്ലാത്തത് കൊണ്ടാണ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ നിരാശപ്പെടുന്നത്, നമ്മുടെ കച്ചവടം മുടങ്ങുമ്പോഴേക്ക് നമുക്ക് പ്രയാസമുണ്ടാകുന്നത്, നമ്മുടെ വീട് പടി അവിടെ നിൽക്കുമ്പോഴേക്ക് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്. അപ്പോഴൊക്കെ ഇങ്ങനെ പല ആളുകളും വന്നിട്ട് പറയും ഇന്നാളായിരിക്കും, മറ്റാൾ നോട്ടമിട്ടിട്ടുണ്ടായിരുന്നു, ഇന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലതും. അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഒരു വിശ്വാസിക്ക് എന്തിനാ ടെൻഷൻ? ആ ഒരു വാക്ക് മനസ്സറിഞ്ഞു പറയുകയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ അല്ലാഹു വിധിച്ചതല്ലാത്ത മറ്റൊന്നും എനിക്ക് വരാനില്ല, അല്ലാഹു വിധിച്ചത് തടുക്കാൻ ഒരാൾക്കും കഴിയൂല. അതല്ലേ ശരിക്കും ബോധ്യം. അവിടെയാണ് ആ നാട്ടിലുള്ള 3 ഖൗമുണ്ടായിരുന്നു, 3 സമൂഹം, 3 ഗോത്രക്കാർ, ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നദീർ. ഈ 3 വിഭാഗങ്ങൾ മുസ്ലിമുകൾക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അവർ ഒരുപാട് പ്രശ്നങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ വലുത് അള്ളാന്റെ തീരുമാനമാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുന്നുണ്ടോ അത് ഇന്റെ കഴിവാണെന്ന് പറയല്ല, അതിന്റെ പ്രത്യേകമായ ഇടപെടലാണെന്ന് പറയല്ല, അത് ഇന്ന ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേക സഹായമാണല്ല, റബ്ബിന്റെ കഴിവാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് എനിക്ക് തന്നത്. ഇനി പ്രിയപ്പെട്ടവരെ, എന്ത് വിജയം വരുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വിജയങ്ങളും സഹായങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എങ്കിൽ അത് കിട്ടുന്ന സമയത്ത് പറയേണ്ടത് അല്ലാഹു അക്ബർ. നിങ്ങൾക്കറിയുമല്ലോ, ഇസ്ലാമിക ചരിത്രത്തിൽ മക്ക വിജയം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ മക്കയിൽ ജീവിച്ചു, നബിയും സഹാബത്തും. പിന്നീട് അവിടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് മദീനത്തേക്ക് പോയി. പിന്നെ മദീനയിൽ നിന്ന് മക്ക പിടിച്ചടക്കാൻ വേണ്ടി വരുന്ന ഒരു രംഗമുണ്ട്, മക്ക വിജയം, ഫതഹ് മക്ക എന്ന പേരിൽ. അവിടെ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്ത കാര്യം എന്താണെന്നറിയോ? ഈ കഅബയുടെ പരിസരത്തുണ്ടായിരുന്ന 300 ചില്ലാനും വരുന്ന ബിംബങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി കൊണ്ട് പ്രവാചകർ അതിങ്ങനെ നീക്കം ചെയ്തുകൊണ്ടിരുന്നു. അത് ഓരോന്നും മാറ്റുന്ന സമയത്ത് സഹാബത്ത് ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് വലിയവൻ, ഈ ബിംബങ്ങളല്ല, ഇതുവരെ ആരാധിക്കപ്പെട്ടതല്ല, അല്ലാഹുവിനോളം മഹത്തരമായ മറ്റൊന്നുമില്ല. അത് കേവലം ആ ഒരു സമയത്ത് മാത്രമല്ല. ഇസ്ലാമിക ചരിത്രം ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ ഒരുപാട് രംഗങ്ങളിൽ മുസ്ലിമീങ്ങളുടെ വിജയത്തിന്റെ ആ കാഹളം മുഴങ്ങുക എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്നുള്ള ദുനിയാണ്. ഖൈബർ യുദ്ധം മുസ്ലിമീങ്ങളും ജൂതന്മാരും തമ്മിൽ നടന്നൊരു യുദ്ധമാണ്. ആ ഖൈബർ യുദ്ധത്തിൽ ഖൈബർ കോട്ടക്കുള്ളിൽ ശത്രുക്കള്, ജൂതന്മാർ അതിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു. അവർ കോട്ടന്റെ ഉള്ളിലാണ്. അവരെ തിരിച്ചാക്രമിക്കാൻ മുസ്ലിമീങ്ങൾക്ക് കഴിയണില്ല. എന്നാൽ അവരാകട്ടെ അവരുടെ കൈകളിലുള്ള ആയുധങ്ങൾ കൊണ്ട് മുസ്ലിമീങ്ങളെ എതിർത്തുകൊണ്ടേയിരുന്നു. മുസ്ലിമീങ്ങൾക്കെതിരെ അമ്പെയ്തും കുന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും മുസ്ലിമീങ്ങൾക്കിടയിൽ പരിക്കേൽപ്പിച്ചുകൊണ്ടിരുന്നു. ഹദീസിൽ കാണുവാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു ഇടപെടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഒരു വാചകം, ഞാൻ ഇസ്ലാമിന്റെ പതാക ഒരാളുടെ കയ്യിൽ കൊടുക്കും, അദ്ദേഹം അള്ളാനെ ഇഷ്ടപ്പെടുന്ന ആളാണ്, അള്ളാഹും റസൂലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്, അദ്ദേഹമാകട്ടെ അള്ളാനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട്. പല സഹാബത്തും പറയാണ്, ഞങ്ങൾ ആരും അധികാരം ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ക് പറഞ്ഞപ്പോ, അള്ളാഹു റസൂൽ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറഞ്ഞപ്പോ അത് ഞങ്ങളായിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത് ഐന അലി, അലി എവിടെ? അലി റളിയല്ലാഹു അൻഹു വന്നു. അദ്ദേഹത്തിന് കണ്ണിന് അസുഖം ബാധിച്ചു കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമിനീര് കൊണ്ട് ആ കണ്ണിലുള്ള അസുഖം ശമനമാക്കി കൊടുത്തു, അള്ളാഹുവിന്റെ അനുവാദപ്രകാരം. അത് കഴിഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹു വരികയാണ് ഖൈബർ കോട്ടയുടെ മുന്നിലേക്ക്. ഒരു വലിയ മതിലായിരുന്നു, അത് വലിയ ഒരു കോട്ടയായിരുന്നു. അതിന്റെ കവാടത്തിന്റെ മുന്നിൽ അലി റളിയല്ലാഹു അൻഹു വന്നു.
വലിയ പൊക്കമുള്ള ഒരു മതിൽ, വലിയ പൊക്കമുള്ള ഒരു കവാടം, ഗേറ്റ്. അലി റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അലി റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി അതിലേക്ക് തള്ളി. ആ ഒരു കവാടം മറിഞ്ഞു വീണു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും 7 8 ആളുകൾ ഒരുമിച്ച് പൊക്കിയാൽ പൊക്കാൻ കഴിയാത്ത രൂപത്തിൽ അത്രയും കനമുള്ളതായിരുന്നു അത്രേ അത്. പല ആളുകളും ചോദിച്ചു അലി റളിയല്ലാഹു അൻഹുവിനോട്, അലി, നിങ്ങൾക്ക് എങ്ങനെയാണ് അത്രയും കരുത്ത് കിട്ടിയത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ശക്തി കിട്ടിയത്? ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാഹി മാ ഖലഅതു ബാബ ഖൈർ ബിഖുവത്തിൻ ജസദിയ. അല്ലാഹുവാണ് സത്യം, എന്റെ കയ്യിന്റെ കരുത്തുകൊണ്ടല്ല ആ ഖൈബറിന്റെ കവാടം ഞാൻ തകർത്തിട്ടുള്ളത്. വലാകിൻ ബിഖുവത്തിൻ റബ്ബാനിയ, എന്റെ റബ്ബിന്റെ കഴിവ് കൊണ്ട്, അല്ലാഹു അക്ബർ എന്ന ആ വാക്കിന്റെ മഹത്വം കൊണ്ടാണ്. അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. മുസ്ലിമീങ്ങൾ ഇങ്ങനെ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു, മുസ്ലിമീങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രംഗത്ത് ഒരു പ്രയാസം വരുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് മനസ്സറിഞ്ഞ് ഉച്ചരിക്കാൻ, ധൈര്യപൂർവ്വം പറയാൻ, എന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും എന്നെ സംരക്ഷിക്കാൻ എന്റെ റബ്ബുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കേവലം അലി റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ മാത്രമല്ല, മറ്റുള്ള സഹാബത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ സുപ്രധാനമായ ഒരു സ്ഥാനമാണ് ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനുള്ളത്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ് ബറാ. ആ ബറാ ഇബ്നു മാലിക്കിന്റെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നടന്ന ഒരു യുദ്ധമാണ് യമാമ യുദ്ധം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ ഹിജ്റ 12 വർഷം. ഞാനും പ്രവാചകനാണെന്ന് പറഞ്ഞു വന്നു ഒരാൾ, മുസൈലിമത്തുൽ കദ്ദാബ് എന്നയാളുടെ പേര്. അയാൾക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ ഒരു സൈന്യത്തെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. പിന്നീട് ആ ഒരു യുദ്ധത്തിന് വേണ്ടി പറഞ്ഞേക്കണം. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, അതിൽ പങ്കെടുത്ത ആളാണ് ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ബറാ റളിയല്ലാഹു അൻഹു ആ യമാമ യുദ്ധത്തിൽ. നേരത്തെ ഖൈബറിന്റെ ചരിത്രം പറഞ്ഞതുപോലെ തന്നെ യമാമയിലെ ഒരു തോട്ടത്തിലാണ് ഇയാൾ കൂടിയിരുന്നത്. വലിയ ഒരു ഈന്തപ്പനത്തോട്ടം, അത് മുഴുവനായി കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ ഭക്ഷണം കഴിച്ചും മദ്യപിച്ചുമൊക്കെയായി ആളുകൾ കൂടിയിരിക്കുന്നു. അവർ കിട്ടുന്ന സമയത്തെല്ലാം മുസ്ലിമീങ്ങൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല. ആ ഒരു തോട്ടത്തിന്റെ പേര് ഹദീഖത്തു റഹ്മാൻ ആയിരുന്നു. കാരണം ഈ മുസൈലിമ റഹ്മാനുൽ യമാമ എന്ന പേരിലാണ് സ്വയം അവകാശപ്പെട്ടിരുന്നത്. യമാമയിലെ റഹ്മാൻ, അള്ളാന്റെ പേര് സ്വയം ഏറ്റെടുത്താളാ. അയാളുടെ തോട്ടമായിരുന്നു ഹദീഖത്തു റഹ്മാൻ. ആ ഒരു തോട്ടത്തെ, ഹദീഖത്തു റഹ്മാൻ എന്ന തോട്ടത്തെ ഹദീഖത്തുൽ മൗത്ത്, മരണത്തിന്റെ തോട്ടമാക്കി മഹാനായ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒറ്റക്ക്. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ആ ഒരു തോട്ടത്തിനുള്ളിലേക്ക് എങ്ങനെ നോക്കിയാലും സഹാബത്തിന് കയറാൻ കഴിയില്ല. അതിന്റെ ഉള്ളിലേക്ക് കയറിയാലേ വാതിൽ തുറക്കാൻ കഴിയുള്ളൂ. ബറാ റളിയല്ലാഹു അൻഹു സഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഞാനൊരു പരിചയുടെ മുകളിൽ കയറി നിൽക്കാം. നിങ്ങൾ നിങ്ങളുടെ കുന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും മറ്റുമൊക്കെയായി ശക്തമായി അതെടുത്ത് വലിച്ചെറിയണം ആ തോട്ടത്തിലേക്ക്. ആ തോട്ടത്തിൽ ഞാൻ പോയി വീടും, അവിടുന്ന് ഞാൻ എന്തെങ്കിലും ചെയ്യാം. എല്ലാവരും എതിർത്തു. വേണ്ട, കാരണം ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് ശക്തമായി പരിക്കേൽക്കും, അതുകൊണ്ട് പോണ്ട. അദ്ദേഹം പറഞ്ഞു, ഇതല്ലാതെ വേറെ വഴിയില്ല. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ആ ഒരു ബറാ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം പറഞ്ഞതുപോലെ ആ ഒരു തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അദ്ദേഹം ഉയർന്ന് ആ തോട്ടത്തിൽ വീണതും ആളുകൾ അത്ഭുതത്തോടുകൂടി നോക്കുകയാണ്. അവിടുന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് തന്റെ ശത്രുക്കളുടെ മുന്നിലേക്ക് അദ്ദേഹം ഓടിച്ചെല്ലുന്നത്. ആ ഒരു വാക്ക് കേട്ടതും ശത്രുക്കൾ ചിതറിപ്പോയി. ബറാ റളിയല്ലാഹു അൻഹു വേഗം ചെന്ന് അതിന്റെ കവാടം തുറന്നു. മുസ്ലിമീങ്ങൾ എല്ലാവരും ഉള്ളിലേക്ക് കയറി. ആ കള്ളപ്രവാചകന്റെ കൂട്ടാളികളായ ഒട്ടുമിക്ക ആളുകളെയും കൊലപ്പെടുത്താൻ കഴിഞ്ഞു. ആ ഒരു വിജയത്തിൽ ബറാ റളിയല്ലാഹു അൻഹുവിന് ധൈര്യം പകർന്നത് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ ഒരു വാക്കായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളും ചൊല്ലുന്നുണ്ട്, നമ്മളും പറയുന്നുണ്ട്. ആ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന
അള്ളാഹു ഏറ്റവും വലിയവരാണെന്ന് പറയുന്ന ആ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. എല്ലാ അർത്ഥത്തിലും. നിങ്ങൾക്കറിയുമല്ലോ, ഇപ്പോഴും മസ്ജിദുൽ അഖ്സ എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ കൈകളിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മസ്ജിദുൽ അഖ്സയും ജെറുസലേമും ഒക്കെ മുസ്ലിങ്ങളുടെ കയ്യിൽ കിട്ടി. പക്ഷേ പിന്നീട് വീണ്ടും കുരിശ് യുദ്ധക്കാരായ ആളുകൾ മസ്ജിദുൽ അഖ്സ പിടിച്ചെടുത്തു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും 88 കൊല്ലം കുരിശിന്റെ പോരാളികളായിരുന്നു ആ മസ്ജിദുൽ അഖ്സയുടെ സേവകന്മാരായി നിന്നിരുന്നത്. അവരുടെ അടുത്തേക്ക് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാഹ് പുറപ്പെടുന്ന ഒരു രംഗം. അദ്ദേഹത്തിന്റെ കൂട്ടാളികളുമായിട്ടിറങ്ങി. വലിയ ഒരു സായുധ വിപ്ലവമൊന്നും നടന്നില്ല. ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ തന്നെ അവര് മസ്ജിദുൽ അഖ്സ മുസ്ലിമുകൾക്ക് നൽകാൻ വേണ്ടി പറഞ്ഞു. സമ്മതിച്ചു. അങ്ങനെ മസ്ജിദുൽ അഖ്സ പിടിച്ചെടുത്ത്, ജെറൂസലേം പിടിച്ചെടുത്ത് മസ്ജിദുൽ അഖ്സയുടെ ഭാഗത്ത് കയറി സുജൂദ് ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ കൂടെണ്ടായിരുന്ന പലരും അവരുടെ കൈകളിലുള്ള ആയുധങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി പറയാണ്, താഴ്ത്തി അല്ലാഹു അക്ബർ പറയും. അല്ലാഹു അക്ബർ പറഞ്ഞ് അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്യും. അതാ വേണ്ടത്. നമ്മുടെ കരുത്തല്ല, ആയുധത്തിന്റെ ബലമല്ല, മറിച്ച് അള്ളാഹുവിന്റെ സഹായമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാൻ കഴിയും, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് അള്ളാന്റെ സഹായം വരും. കാരണം ഞാൻ അല്ലാഹു അക്ബർ എന്ന് മനസ്സറിഞ്ഞ് പറയുന്നവനാണ്. അത് പറയുമ്പോഴാണ് പ്രിയപ്പെട്ടവർ നമ്മളിങ്ങനെ തക്ബീർ ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. ഈ ദിവസങ്ങളിലും തക്ബീറുണ്ട്, പെരുന്നാളിന്റെ ദിവസത്തിലും തക്ബീറുണ്ട്. അത് കേവലം ഒരു അറബ് നടത്തുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയാൻ വേണ്ടി മാത്രമുള്ളതല്ല. അല്ലെങ്കിൽ പള്ളിയിലേക്ക് വരുന്ന സമയത്ത്, ഈദ്ഗാഹിലേക്ക് വരുന്ന സമയത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയാൻ വേണ്ടിയല്ല, മറിച്ച് മനസ്സറിഞ്ഞുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അത് പരിഹരിച്ചു തരാൻ എന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബ് എനിക്ക് മതിയായവനാണ്. ആ ഒരു ചിന്തയോടുകൂടി ജീവിക്കാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ദുൽഹിജ്ജ മാസത്തിലെ 9ാമത്തെ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ ഒരു സുന്നത്ത് നോമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സുന്നത്ത് നോമ്പിന്റെ പ്രത്യേകത ഹദീസിൽ കാണുവാൻ സാധിക്കും. സിയാമു യൗമ അറഫ, അറഫാ ദിനത്തിലുള്ള ആ ഒരു നോമ്പ് എന്ന് പറഞ്ഞാൽ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനതല്ലതി ഖബലഹു വസ്സനതല്ലതി ബഅദഹു, വരാനിരിക്കുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും പാപങ്ങൾ പുറത്തു കിട്ടുന്നതാണ്. ദുൽഹിജ്ജ മാസത്തിലെ 9ാമത്തെ ദിവസം, അന്നേ ദിവസം നോമ്പെടുത്താൽ 2 കൊല്ലം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ പാപങ്ങളെല്ലാം പുറത്തു കിട്ടാനുള്ളതാണ്. അവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, വൻ പാപങ്ങളുടെ വിഷയമല്ല ഇവിടെ പറയുന്നത്. ചെറുപാപങ്ങൾ, ചെറിയ ചെറിയ പാപങ്ങൾ. അത് തന്നെ വരാനിരിക്കുന്ന ഒരു കൊല്ലം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അയാൾ ആ തെറ്റുകളിൽ നിന്ന് സുരക്ഷ നേടാനുള്ള ഒരു വഴി അള്ളാഹു നൽകും. അതല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ വല്ല പിഴവും സംഭവിച്ചാൽ തന്നെ അള്ളാഹു അത് തൗബ ചെയ്യാനുള്ള ഒരു അവസരം അയാൾക്ക് കൊടുക്കും. ഇതാണ് വരാനിരിക്കുന്ന ഒരു കൊല്ലം കൂടി എന്ന് പണ്ഡിതന്മാരെടുത്ത് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജ 9 എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച ദിവസമാണ്. അപ്പൊ ബുധനാഴ്ചയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കേണ്ടത്. ഈ വിഷയത്തിൽ പലപ്പോഴും മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ തർക്കം കൂടി നമ്മൾ പരിഹരിക്കണം. ആ തർക്കത്തിൽ പല ആളുകളും അറഫ നോമ്പ് എന്നാണല്ലോ പറയുന്നത്, അതുകൊണ്ട് അറഫയിൽ സംഗമിക്കുന്ന ആളുകൾ എന്നാണോ സംഗമിക്കുന്നത് അന്നാണ് നോമ്പെടുക്കേണ്ടത് എന്ന് വിചാരിച്ച കുറെ ആളുകളുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അങ്ങനെയാണെങ്കിൽ അവർ അറഫയിൽ നിൽക്കുന്നതിന് മുമ്പേ നമ്മളിവിടെ നോമ്പ് തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടുത്തെ സമയത്തിനേക്കാൾ 2.5 മണിക്കൂർ മുന്നിലാണ് നമ്മൾ. ഇനി അങ്ങനെ ആ ദിവസം എന്ന നിലക്കാണെങ്കിൽ, ആ സമയമാണെങ്കിൽ, ഒരു പക്ഷേ ഇപ്പൊ ഈ ഖുതുബ നട്ടുച്ചക്ക് നടക്കുമ്പോ നട്ടപ്പാതിരയുള്ള സ്ഥലമാണ് അമേരിക്ക. അവര് രാത്രിയാണ് നോമ്പെടുക്കേണ്ടത്.
അവർക്ക് രാത്രിയാണ് നോമ്പുണ്ടാകുക. അവിടെ മനസ്സിലാക്കേണ്ട വിഷയം, ഏതൊരു നാട്ടിലും എന്നാണോ ദുൽഹിജ്ജ 9 വരുന്നത് അതാണ്. ദുൽഹിജ്ജ 9 ഏത് നാട്ടിൽ എന്ന് വരുന്നുണ്ടോ അന്നാണ് അവർ നോമ്പെടുക്കേണ്ടത്. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെരുന്നാൾ നമസ്കാരം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ ഒരുപാട് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചത് മുസല്ലയിൽ വെച്ചുകൊണ്ടാണ്. മുസല്ല എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന മുസല്ല എന്ന അർത്ഥത്തിലല്ല പറയുന്നത്, ഈദ് മുസല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ച ഒരു സ്ഥലം, പള്ളിയല്ല. ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു യൗമൽ ഫിത്ർ വൽ അദ്ഹ. ഈദുൽ ഫിത്റിലും ഈദുൽ അദ്ഹയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടും ഇലൽ മുസല്ല, മുസല്ലയിലേക്ക്, ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടും. ഫഅവ്വലു ശൈഇൻ യബ്ദഉ ബിഹി സ്വലാ, എന്നിട്ട് നമസ്കാരം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിക്കുകയും ചെയ്യും. ആദ്യം ഖുതുബയല്ല, ആദ്യം നിസ്കാരം, പിന്നെ ഖുതുബ. പലപ്പോഴും ഈ ഒരു സുന്നത്തിനെ നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട്. പല ആളുകളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോ എല്ലാവരും കൂടുന്ന ഒരു ദിവസമാണല്ലോ, അതുകൊണ്ട് നമ്മൾ മഹല്ല് പള്ളിയിൽ പോകണം. അത് തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നത്ത് പഠിപ്പിക്കുമ്പോൾ ആ സുന്നത്തുകൾ അനുധാവനം ചെയ്യലാണ് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത്. അതിന് എന്തെല്ലാം ന്യായങ്ങൾ നമ്മൾ പറഞ്ഞാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനോളം വലിയൊരു ഖൈർ ഉണ്ടാവില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ദിവസത്തിൽ ഈദ് മുസല്ലയിലേക്ക് എല്ലാവരും വരണമെന്ന് പറഞ്ഞു. സ്ത്രീകൾ എന്ന് മാത്രം പറയാതെ ആർത്തവകാരികളായ സ്ത്രീകൾ വരെ വരണം. പക്ഷെ അവർ നിസ്കരിക്കണ്ട, അവർ ആ ഒരു സംഗമത്തിൽ എല്ലാ മുസ്ലിമീങ്ങളും ഒന്നിക്കുന്ന സംഗമമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്നിക്കാനുള്ള ഒരു അവസരമായി എല്ലാവരും പങ്കെടുക്കണം എന്ന അർത്ഥത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സുന്നത്തുകൾ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. പ്രത്യേകിച്ച് ബലി പെരുന്നാളിന് നമ്മൾ ഈദ് നമസ്കാരത്തിലേക്ക് വരുമ്പോൾ ഭക്ഷണം കഴിക്കാതെ വരലാണ് സുന്നത്ത്. ഈദുൽ ഫിത്തറിന് ഭക്ഷണം കഴിച്ചു വരലാണ് സുന്നത്തെങ്കിൽ ഈദുൽ അദ്ഹക്ക് അഥവാ ബലി പെരുന്നാളിന് ഭക്ഷണം കഴിക്കാതെ പോരലാണ് സുന്നത്ത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. എല്ലാ അർത്ഥത്തിലും നന്മകൾ എന്തെല്ലാം അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ ആ അവസരങ്ങളിലെല്ലാം ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് എത്തുന്ന ആളുകളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ അല്ലാഹു നമുക്ക് കൺകുളിർമ നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. ജീവിതത്തിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ പ്രയാസം അനുഭവിക്കുന്നവർ നമുക്കിടയിലുണ്ട്. എല്ലാവരുടെ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.